നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്ന കുറച്ച് പേരുടെയെങ്കിലുമൊക്കെ ഒരു ആഗ്രഹമായിരിക്കുമല്ലേ, നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഗാർഡനെങ്കിലുമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഇപ്പം നമ്മൾ രാവിലെ ഇങ്ങനെ എണീറ്റ് വന്ന് നമ്മുടെ വാതിൽ തുറക്കുമ്പോൾ ഒരു പച്ചപ്പുള്ള കാഴ്ചയും, അതുപോലെ തന്നെ നമ്മൾ ആ ചെടികളുടെ ഇടയിലൂടെ ഒന്ന് നടന്ന് എന്തെങ്കിലും ചെറിയ പരിപാടികളൊക്കെ ഒന്ന് ചെയ്തു വരുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സൊന്ന് റിഫ്രഷ് ആവും. ആ ദിവസത്തേക്കുള്ള എനർജി ആ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കുഞ്ഞു ഗാർഡൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും നമ്മുടെ ഗാർഡൻ ടൂർ തുടങ്ങാമല്ലേ. ഈ കാണുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഗാർഡൻ്റെ ഒരു ഹൃദയഭാഗം എന്നൊക്കെ പറയാം. അവിടെ നമ്മളൊരു മരം നട്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഡിവി മരം എന്നാണ് അതിൻ്റെ പേര്. ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഒക്കെ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടായി. പക്ഷെ ഒരു പുളിയിലയുടെയൊക്കെ ഒരു ലുക്കുള്ള, എന്നാലും അതിനേലും ചെറുതായിട്ടുള്ള ഇലകളാണ് ഈ ഒരു മരത്തിനുള്ളത്. നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ കുട പോലെയൊക്കെ നമുക്ക് വെട്ടി നിർത്താം. ഈ നിൽക്കുന്ന മരം ഏകദേശം ഒരു 12 വർഷത്തോളം പ്രായമായ മരമാണ് കേട്ടോ. നമ്മൾ വെട്ടി നിർത്തിയത് കൊണ്ട് മാത്രമാണ് അത്ര ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു കുട പോലെ നിൽക്കുന്നത്. അപ്പോൾ പേര് മറക്കണ്ട, ഡിവി മരം എന്നാണ്. എവിടെയെങ്കിലും കിട്ടാന്നുണ്ടെങ്കിൽ വാങ്ങി നട്ടോളൂ കേട്ടോ, നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതിൻ്റെ ചുവട്ടിലായിട്ട് നമ്മുടെ പേൽ ഗ്രാസിൻ്റെ ഒരു പുൽത്തകിടി ഉണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു കോർണറൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പേൽ ഗ്രാസിൻ്റെ ഒരു പുൽത്തകിടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത്യാവശ്യം വെയിലും, എന്നാൽ കുറച്ച് വെയിലൊക്കെ കുറഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല. നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഗ്രാസ് ഇങ്ങനെ പിടിച്ച് നല്ലൊരു പുൽത്തകിടി സെറ്റ് ചെയ്യുക. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ പെബിൾസും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു കോർണറിൽ നട്ടിട്ടുള്ളത് ഈ കാണുന്ന ഈ ഒരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഫൈക്കസ് ബെഞ്ചമിന എന്നാണ്. നമുക്കിതുപോലെ ബോൾ പോലെയോ അല്ലെങ്കിൽ മരമായിട്ടോ ഒക്കെ വെട്ടി നിർത്താൻ പറ്റും. പിന്നെ നമ്മുടെ ആ ഒരു പുൽത്തകിടിയുടെ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ മോൺസ്റ്റേറയുടെ ഡെലീസിയോസ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് ഈ ഗൂഗിളിലൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു പ്ലാന്റ് ആയിരുന്നു ഇത്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു പേൽ ഗ്രാസിന് മുമ്പ് ഇവിടെ മെക്സിക്കൻ ഗ്രാസ് ആയിരുന്നു കേട്ടോ വെച്ചിരുന്നത്. പിന്നീട് നമ്മുടെ പേൽ ഗ്രാസ് ഭയങ്കര സിമ്പിളായതുകൊണ്ട് അതിലോട്ട് ഞാൻ മാറ്റിയതാണ് ഈ ഒരു പുൽത്തകിടി. പിന്നെ ഇവിടെ ഈ ഒരു ബോൾ പോലെ നിൽക്കുന്നത് മുരായ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ടെർമിനേലിയയുടെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റി, അല്ലെങ്കിൽ ട്രൈ കളർ എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നട്ടിട്ട് ഏകദേശം 1 മാസം ആവണുള്ളൂ. പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട്. ഇത് വലിയ മരമാവുന്ന ഒരു പ്ലാന്റ് ആണത്. പിന്നെ മെയിൻ അട്രാക്ഷൻ ആയ ഒരു ഏരിയയിൽ നമ്മുടെ മതിലിൽ കയറിയിരിക്കുന്ന ഹായ് പ്ലാന്റ് ആണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല റെസ്പോൺസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോക്ക്. ഒരുപാട് പേർക്ക് ഇഷ്ടമായ ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ആ ഒരു പ്ലാന്റ് ആണ് നമ്മൾ മതിലിൽ കയറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആ ഒരു വീഡിയോ ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ആ ഒരു കോർണറിൽ റെഡ് പാം വെച്ചിട്ടുണ്ട്. നമ്മൾ ഗാർഡനിങ് ഒക്കെ തുടങ്ങിയപ്പോൾ ആദ്യം വാങ്ങിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു റെഡ് പാം. അന്ന് തൊട്ടേ നമ്മുടെ ഗാർഡനിലുള്ളതാണ് ആ ഒരു കോർണറിൽ. അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഫിലോഡൻഡ്രോണത്തിൻ്റെ ഒരു കാൽക്കിൻസ് ഗോൾഡ് എന്ന് പറയുന്ന പ്ലാന്റാണ് ആ കാണുന്നത്. പിന്നെ ബേൾമാക്സ്, അങ്ങനത്തെ ഒരുപാട് നമ്മുടെ കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ആ ഒരു സൈഡിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ നമ്മൾ ഓരോ പ്ലാന്റ്സിൻ്റെ പേരെടുത്ത് പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ 1/4 മണിക്കൂറിന് മുകളിൽ നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നുണ്ടല്ലോ. എല്ലാത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റ് നമ്മുടെ വീഡിയോയിൽ വരുന്ന ഒരു ടൈം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ഇട്ടിട്ട് ഏത് പ്ലാൻ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ്റെ മുകളിലായിട്ട് ഞാനൊരു ആർച്ച് പോലെ വെച്ചിട്ടേ അതിലൊരു പ്ലാന്റ് ഇങ്ങനെ പടർത്തി കയറ്റിയിട്ടുണ്ട്. നമ്മുടെ റംഗൂൺ ക്രീപ്പറിൻ്റെ മൾട്ടിപ്ലൈറ്റിലാണ് കേട്ടോ, ഹൈബ്രിഡ് വെറൈറ്റി. അതിൻ്റെ പൂവിട്ടപ്പോൾ ഉള്ള ഒരു അവസ്ഥ ഞാനിപ്പോൾ കാണിച്ചു തരുന്നതാണ്. ഇതുപോലത്തെ നല്ല ചുവന്ന അല്ലെങ്കിൽ ഒരു ഡാർക്ക് പിങ്ക് കളറിലെ പൂക്കളാണ് ഇത് ഇടുക. നല്ല ഭംഗിയാണ്. ഇപ്പോൾ നമ്മൾ പൂവൊക്കെ കഴിഞ്ഞപ്പോൾ വെട്ടി നിർത്തിയതാണ്. വെട്ടി നിർത്തുമ്പോൾ വീണ്ടും നല്ല പോലെ തന്നെ അത് ബുഷായിട്ട് പിടിച്ചു വരും. പിന്നെ നമ്മളിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഏരിയ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പ്ലാന്റ്സ് ഇങ്ങനെ കൂട്ടി ക്ലബ് ചെയ്ത് ഇങ്ങനെ വെക്കാറുണ്ട്. അതുപോലെ ഒരു ഏരിയയാണ് നമ്മുടെ പോർച്ചിൻ്റെ അവിടെ ആ തൂണിൻ്റെ ചുവട്ടിലായിട്ട്. അവിടെ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. സ്ലീപ്പിംഗ് ദുരാന്ത എന്നാണ് ഈ കാണുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. അത്യാവശ്യം റെയർ ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. എല്ലാ നഴ്സറികളിലൊന്നും കിട്ടണം എന്നില്ല. ഇനി അടുത്തതായിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിലുള്ള പ്ലാന്റ്സ് കണ്ടാലോ, അതും ഒരുപാട് പറയാനുണ്ട് കേട്ടോ അതിനെ പറ്റിയിട്ട്. എന്നാലും ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് മുരായയുടെ ഒരു ഡ്വാർഫ് വെറൈറ്റീസ് എന്ന് പറയാം. പിന്നെ അരേലിയ കുറച്ച് വെരിഗേറ്റഡ് അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരായ പ്ലാന്റ്സ് ആണ് ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ നിരത്തി നമ്മൾ ചട്ടികളിലാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിൽ എന്തൊക്കെ പ്ലാന്റ്സാണ് വെച്ചിട്ടുള്ളത് നോക്കാം. അപ്പോൾ കുറച്ച് കാക്ടസ്, ഇത് ഞാൻ പണ്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണ്, അതിൽ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയതും പിന്നെ എനിക്ക് കൊളാബ് ചെയ്യാനൊക്കെ ആയിട്ട് വന്ന കുറച്ച് സ്റ്റാൻഡുകളിലൊക്കെയാണ് നമ്മൾ സിറ്റ് ഔട്ടിൽ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്. മണി പ്ലാന്റ്സ്, സാൻസവേരിയ, സീസി പ്ലാന്റ് പോലെയുള്ള വെയിൽ അധികം വേണ്ടാത്ത ചെടികളാണ് നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ഈ ഒരു വലിയ സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് ആമസോണിൽ നിന്ന് കൊളാബ് ചെയ്യാൻ വേണ്ടി വന്ന കുറച്ച് സ്റ്റാൻഡുകളാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എയ്ഗൺ പ്ലാന്റ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ആമസോണിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഇനി നമ്മുടെ പോർച്ചിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു മുകൾ ഭാഗത്തായിട്ട് ഹാങ്ങിങ് ചെയ്തിട്ടേക്കുന്ന ഈ പ്ലാന്റ്സ് ആണ്. അവിടെ അത്യാവശ്യം വെയിലടിക്കുന്ന ഏരിയ ആയതുകൊണ്ട് വെയിലൊക്കെ കുറച്ച് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് വേണം. അപ്പോൾ അതിന് പറ്റിയതാണ് ഈ ഒരു പെഡിലാന്തസ് കേളി പിങ്ക് എന്ന് പറയുന്ന ഈ വെറൈറ്റീസ്. അതുപോലെ തന്നെ മിനിയേച്ചർ പെഡിലാന്തസും ആണ്, ഹാങ്ങിങ് ടൈപ്പാണ് നമ്മളവിടെ തൂക്കിയിട്ടിട്ടുള്ളത്.
പിന്നെ അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു ബോക്സുകളിൽ നമ്മൾ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ നാൾ മുമ്പ്. ഇനി നമുക്ക് നമ്മുടെ ഗാർഡൻ്റെ ഈ ഒരു പോർഷൻ ഒന്ന് കണ്ടു നോക്കാം. അവിടെ കുറച്ച് ലീഫി പ്ലാന്റ്സ് ആണ്, ഫോളിയേജ് പ്ലാന്റ്സ് ആണ് കൂടുതലായിട്ടും വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ അഗ്ലോണിമ നമ്മുടെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് കാണാം. അഗ്ലോണിമ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നോ, കുറേയൊക്കെ ഇലപ്പേൻ കയറിയിട്ട് നശിച്ചു പോയി. പിന്നീട് രണ്ടാമത് കളക്ട് ചെയ്ത കുറച്ച് വെറൈറ്റീസ് മാത്രമാണ് ഈ കാണുന്നത്. എല്ലാവരും ഇങ്ങനെ വലുതായി വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഹാങ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹോയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്, ഫ്ലവറിങ് ടൈപ്പ് ആണ്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് ഫേൺസും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വഴി ഇങ്ങനെ നേരെ കയറി ചെല്ലണത് നമ്മുടെ ഒരു കാക്ടസും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫോളിയേജ് ടൈപ്പ് പ്ലാന്റ്സും ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ഏരിയയിലാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ മഴമറ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ള ഫോളിയേജ് പ്ലാന്റ്സും പിന്നെ കാക്ടസ് വെറൈറ്റീസും ആണ് അവിടെ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം വെയിൽ കിട്ടാനായിട്ട് നമ്മൾ പകുതി ഭാഗം പോളി ഷീറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നാലും വെയിൽ വേണ്ടാത്ത ചെടികളുണ്ട് ഈ ഫോളിയേജ് പ്ലാന്റ്സ് ഇതുപോലത്തത്. അത് വെയിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുകളിൽ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഷെയ്ഡ് നെറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു പോളി ഷീറ്റിൻ്റെ അടിയിൽ നല്ല സൂപ്പറായിട്ട് വളരുന്നുണ്ട്. നമ്മൾ കാക്ടസിൻ്റെ ഒക്കെ ചെറിയൊരു കളക്ഷനാണ് ഉണ്ടോ ഈ കാണുന്നത്. ഒരുപാടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കളക്ഷൻസ് നമ്മുടെ കാക്ടസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അടിയിൽ സ്റ്റാൻഡുകളിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മുടെ പോളി ഷീറ്റിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സും ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എപ്പീഷ്യയുടെ വെറൈറ്റീസൊക്കെ ഇവിടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. മഴയായപ്പോൾ ഇങ്ങോട്ട് എടുത്ത് മാറ്റിയതാണ്. അത്യാവശ്യം വെയിൽ വേണ്ട ഒരു ഏരിയയിലോട്ട് മാറ്റണം ഇനി മഴയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൂടുതലും അഗ്ലോണിമ, കലാത്തിയ, ഫിലോഡെൻഡ്രോൺ, മോൺസ്റ്ററ പോലത്തെ ഫോളിയേജ് പ്ലാന്റ്സ് പിന്നെ കാക്ടസും ആണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ അപ്പുറത്തെ ഭാഗം നമ്മുടെ വീടിൻ്റെ ആ ഒരു സൈഡ് കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തോട്ട് ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ തന്നെ കുറച്ച് പെന്താനസ്, ബ്രോംലിയാഡ് പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡും ഒക്കെ ഇങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ആ ഒരു ഭാഗത്തൊരു മാവുള്ളത് കൊണ്ട് അത്യാവശ്യം തണലുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലായിട്ട് ക്ലബ് ചെയ്ത് കുറച്ച് ഈ ഫോളിയേജ് പ്ലാന്റ്സ് ഉണ്ടല്ലോ അതായത് ഇലച്ചെടികളൊക്കെയാണ് അതിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടുള്ളത്, ആ മാവിൻ്റെ അടിയിലായിട്ട്. പിന്നെ ഈ വീടിനോട് ചേർന്ന് സ്റ്റാൻഡുകളിൽ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമ്മൾ വീടിന് ഇവിടെ സൈഡിൽ ഹാങ് ചെയ്ത് കുറച്ച് കോട്ടൺ ക്യാൻഡി ഫേൺ, കോട്ടൺ ക്യാൻഡിയുടെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സെപ്പറേറ്റ്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഫേൺസ് ഒക്കെ കാണാം. പിന്നെ കുറച്ച് ദിഷിഡിയയുടെ വെറൈറ്റീസ് ആണ് ഈ ഒരു സൈഡ് കൊണ്ട് തൂക്കിയിട്ടിട്ടുള്ളത്. പിന്നെ താഴ്ഭാഗത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിലോഡെൻഡ്രോൺസും ബാക്കിയുള്ള ഈ ഫോളിയേജ് ആന്തൂറിയംസ് ഒക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ വീടിനോട് ചേർന്ന് ഒരു 3 തട്ടിൻ്റെ സ്റ്റാൻഡ് കണ്ടോ ഇവിടെ, അത് നമ്മൾ വെൽഡിംഗ് ഷോപ്പിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. അവിടെ നമ്മൾ കുറച്ച് ഈ ബ്രോംലിയാഡ്സിൻ്റെ വെറൈറ്റീസ്, ക്രിപ്റ്റാന്തസിൻ്റെ വെറൈറ്റീസ് പിന്നെ അതുപോലെ തന്നെ സാൻസവേരിയയുടെ കുറച്ച് ടൈപ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം വെയിലും എന്നാലും ഓവറായി കഴിഞ്ഞാൽ ഇതിൽ ലീഫിനൊക്കെ ചെറിയ പ്രശ്നം വരും. അങ്ങനെയുള്ള പ്ലാന്റ്സ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ മാവിൻ്റെ ചുവട്ടിൽ അവിടെ ഒരു തെങ്ങ് കൂടെ ഉണ്ട്. അതിൻ്റെയൊക്കെ ചുവട്ടിലായിട്ട് നമ്മുടെ കോബ്ര ഫേണും അതുപോലെ തന്നെ ബേർഡ്സ് നെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫേണാണ് അവിടെ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ് ആ ഫേൺസിനൊക്കെ ആ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡനിലെ കാഴ്ചകളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കിയായിട്ടുള്ളത് ബൊഗേൻവില്ലയുടെ കളക്ഷൻസ് ആണ്. അതിപ്പോൾ ഫ്ലവർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കാണിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ബൊഗേൻവില്ലയുടെ സെപ്പറേറ്റ് വീഡിയോ ഒരു 3-4 വീഡിയോക്ക് മുമ്പായിട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. പിന്നെ കുറേ നാളായിട്ട് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഗാർഡൻ ടൂർ, നമ്മുടെ ഗാർഡൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരുമോ എന്നുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാൻ നിന്നാൽ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോയിൽ അത് ഒതുങ്ങില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാനൊരു തട്ടിക്കൂട്ടി എടുത്തൊരു ഗാർഡൻ ടൂർ വീഡിയോ ആണ്. എടുക്കാൻ നിന്നപ്പോൾ നല്ലൊരു മഴയും വന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് ചെറിയൊരു വീഡിയോ ആക്കി ചെയ്തതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടീനെ പറ്റിയൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ വീട്ടിൽ ഗാർഡനൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കുറച്ചൊക്കെ ചെടികളൊക്കെ വാങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് തുടങ്ങി നോക്കാം. പതിയെ ചെടികൾ ഇങ്ങനെ വാങ്ങിയാണല്ലോ വലിയൊരു ഗാർഡനായി തീരാം. ഇതായിരിക്കുന്ന സമയങ്ങൾ നല്ല രസമായിരിക്കും നമ്മൾ ഈ ഗാർഡനിൽ സ്പെൻഡ് ചെയ്യുമ്പോഴും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടെ തീരാൻ സമയമായിട്ടോ. ഇനി നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.